ഇതൊരു ആർബിട്രറി ഡിസിഷനാണ്. അതുകൊണ്ട് അതിന്റെ ചെയർപേഴ്സൺ സ്വീകരിക്കുന്നതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പോലും മതം കാണുന്ന സംഘപരിവാറിന്റെ നേതാക്കളടക്കമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ സെൻസർ ബോർഡിനെ അനുകൂലിച്ചാൽ അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്നൊരു തിരിച്ചറിവ് അവർക്ക് പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണോ കരുതാൻ? ഇപ്പോൾ മിഥുൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ പല വിഷയങ്ങളിലും റൈറ്റ് പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ നിന്ന് സംസാരിക്കുന്ന ആളുകൾ പോലും ഈ വിഷയത്തിൽ പക്ഷേ സെൻസർ ബോർഡിനെതിരാണ്. അതിന് രണ്ട് കാര്യമുണ്ട് അവർ സെൻസർ ബോർഡിന് എതിരെ നിൽക്കാൻ. നേരത്തെ എമ്പുരാൻ്റെ കാര്യത്തിൽ അവർ സെൻസർ ബോർഡിന് അനുകൂലമായിരുന്നു. അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർ സെൻസർ ബോർഡിന് അല്ലെങ്കിൽ അനുവാദം നൽകിയതിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ സിനിമയുടെ നായകൻ കേരളത്തിലെ സംഘപരിവാറിൻ്റെ ഒരു ചാമ്പ്യനാണ്, സുരേഷ് ഗോപിയാണ്. അപ്പോൾ അദ്ദേഹത്തെ മുഷിപ്പിക്കേണ്ട എന്നൊരു ധാരണ അവർക്കുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഇതിലിപ്പം ഈ സെൻസർ ബോർഡിനെ അനുകൂലിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഒരു നിലക്കും ഏത് മനുഷ്യനും ഏത് കുട്ടിക്ക് പോലും ബോധ്യമാകുന്ന കാര്യമാണ് സെൻസർ ബോർഡ് പറയുന്നതിൽ യാതൊരു സെൻസും ഇല്ല എന്നുള്ളത്. അപ്പം ഇവിടെ സംഘപരിവാർ ഉപയോഗിക്കുന്ന രീതി, സെൻസർ ബോർഡിൻ്റെ ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സംഘപരിവാറാണ്. ആ സംഘപരിവാർ കേരളത്തിൽ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവർ പ്രധാനപ്പെട്ട. കേരളത്തിൽ സംഘപരിവാറിന് വലിയ തോതിൽ കടന്നു കയറാൻ കഴിയാത്തൊരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട്, ഒരു സാംസ്കാരിക പരിസരമുണ്ട്. കേരളത്തിലെ സിനിമാ മേഖലയിൽ അവർക്ക് വലിയ തോതിൽ കടന്നു കയറാൻ ഇപ്പോൾ കഴിയുന്നില്ല. അതിന് കൃത്യമായ രാഷ്ട്രീയം കേരള സമൂഹത്തിലുണ്ട്. കേരളത്തിൻ്റെ എല്ലാ തലത്തിലും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ കൃത്യമായ നിലപാടെടുക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ വിവാദമുണ്ടാക്കി ഒരു സംഘപരിവാർ സ്പേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാതിനൊരു ഗൂഢാലോചന കൂടി നമ്മളിതിൽ കാണേണ്ടതുണ്ട്. പിന്നെ സിനിമ എന്ന നിലയിൽ ഇപ്പം അദ്ദേഹം നേരത്തെ വായിച്ച പേരുകളൊക്കെ ആ സിനിമകളിലൊന്നും ഇതിൽ പ്രധാന കഥാപാത്രം ഒരു വിക്റ്റിമാണ്. ജാനകി എന്ന് പറയുന്ന ആൾ, ഞാൻ ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അസാൾട്ടിന് വിധേയമാകുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് ജാനകി. അത്തരം ഒരു കഥാപാത്രത്തിന് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നുള്ള അവരുടെ വാദം. അപ്പം ഒരു വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തിന് വിധേയമാകുന്ന അവർ കോടതിയിൽ പോയി ജസ്റ്റിസ് നീതിക്ക് വേണ്ടി പോരാടി ജയം കൊള്ളുന്ന ഒരു സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനാണ് ശ്രീ സുരേഷ് ഗോപി. അപ്പോൾ അങ്ങനെയുള്ള ആ കഥാപാത്രം ഒരു വിക്ടിമായപ്പെടുകയോ അല്ലെങ്കിൽ അസാൾട്ട് ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേര് സീതാദേവിയുടെ പേരാവാൻ പാടില്ല, അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നാണ് അവർ പറയുന്നത്. ഒരു ന്യായമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇതെന്താ ഇതിന് വിഷയം? സംഘപരിവാർ ഇതിപ്പോൾ ലോകത്തെ എല്ലാ സ്ഥലത്തും പരിശോധിച്ചാലും സിനിമ എന്ന് പറയുന്നത് വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുന്നൊരു മീഡിയയാണ്, വലിയ നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ സെൻസർ ബോർഡ് കേരള സ്റ്റോറിക്ക് വരെ അംഗീകാരം കൊടുത്ത സംഗതിയാണ് സെൻസർ ബോർഡ്. അപ്പോൾ അങ്ങനെ നിരവധി സിനിമകൾ, പ്രൊപ്പഗണ്ട സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമ്മുടെ ഇന്ത്യയിൽ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. നിരവധി സിനിമകൾ, ആ ചരിത്രപരമായി യാതൊരു ബന്ധവുമില്ലാത്ത സിനിമകൾ, പച്ചക്കള്ളം പറയുന്ന സിനിമകൾ, എന്നിട്ട് പോലും ഒരു തടസ്സവും ഈ സെൻസർ ബോർഡ് ഉണ്ടാക്കിയിരുന്നില്ല. അതിനർത്ഥം ഈ റൈറ്റ് വിങ്ങിന് താല്പര്യമുള്ള സിനിമകൾക്ക് യാതൊരു മടിയില്ലാതെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്ന ബോർഡ് ഒരു കാരണവുമില്ലാതെ കേരളത്തിൽ വിവാദം കത്തിച്ചുണ്ടാക്കാൻ വേണ്ടി മാത്രം നൽകിയതാണ്. ഇപ്പോൾ സിനിമാ പ്രവർത്തകർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്നൊരു പേരിൻ്റെ പേരിൽ നമ്മൾ ഇവർ ഉടക്കുണ്ടാക്കിയാൽ നാളെ സിനിമ പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട്. നമ്മൾ കേരളത്തിലെ ഈ സിനിമാ പ്രവർത്തകർ ഒന്നിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് പ്രതിഷേധ സമ്മേളനം നടത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ കമ്മ്യൂണിറ്റി മുഴുവൻ, ആ സിനിമ എന്ന് പറയുന്ന അതിൻ്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഇതൊരു ചാലഞ്ച് തന്നെയാണ്. ഇപ്പോൾ ലിബർട്ടി ബഷീർ സാറിനെ പോലെ എത്രയോ വർഷത്തെ പഴക്കമുള്ള ആൾ, അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരു 19 വർഷമായി സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഇന്നേ വരെ പേര് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിലുള്ള ഒരാൾക്ക് പേര് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. 2005 ജാനകി എന്ന പേര് മാറ്റണം. സിനിമയുടെ പേര് മാത്രമല്ല, കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം. നമ്മൾ പ്രധാനപ്പെട്ടത് സിനിമയുടെ പേര് മാറ്റാനല്ല സെൻസർ ബോർഡ് നിർദ്ദേശിക്കുന്നത്. സിനിമയിലെ മുഖ്യ കഥാപാത്രമായ ജാനകി എന്ന പെൺകുട്ടി അസാൾട്ടിന് വിധേയമാകുകയാണ്. അവർ സർവൈവറാണ്, അവർ പോരാടി ജയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ, സിനിമക്കാർ പറയുന്നത് 90 സ്ഥലത്ത് ജാനകി എന്ന പേരുണ്ട്. അപ്പോൾ ഈ ജാനകി എന്ന പേര് ഓരോ സ്ഥലത്തും എഡിറ്റ് ചെയ്ത് മാറ്റിയ പ്രായോഗികമല്ല. ആ സിനിമയുടെ എഡിറ്റിങ്ങിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ബഷീർ സാറ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 19 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. സെൻസർ ബോർഡ് എങ്ങനെയാണ് സിനിമയെ നിയന്ത്രിക്കാൻ പോകുന്നത്? ഏതൊക്കെ രീതിയിൽ സെൻസർ ബോർഡ് ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ വലതുപക്ഷ അജണ്ട സിനിമയിൽ കൂടി നടപ്പാക്കാൻ കഴിയുന്നൊരു കൃത്യമായ സൂചനയാണ് തരുന്നത്. മലയാള സിനിമ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമയാണ്. മലയാള സിനിമ ലോകം
നിരവധി ഇപ്പം അടൂർ സാറിന് മുതൽ അരവിന്ദൻ മുതൽ ഷാജി മുതൽ നിരവധി പ്രമുഖരായ സിനിമക്കാർ നമ്മുടെ മലയാള ഭാഷ സംഭാവന നൽകിയിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള നിരവധി താരങ്ങൾ നമുക്കുണ്ട്. സിനിമയുടെ വേണുവിനെ പോലെ ക്യാമറാമാൻമാരുണ്ട്. അന്തർദേശ നിലവാരമുള്ള സിനിമകൾ നിർമ്മിക്കുകയും ഡോക്ടർ ബിജുവിനെ പോലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ മലയാള സിനിമയ്ക്ക് നൽകുന്ന സംഭാവന ഇന്ത്യൻ സിനിമയ്ക്ക് നൽകുന്ന സംഭാവനയാണ്. അപ്പോൾ അത്തരമൊരു സിനിമയെ അവരുടെ പ്രചരണത്തിന് വിധേയമാക്കുന്ന രീതിയിൽ ഒരു മൂക്ക് കയറാനുള്ള ശ്രമമായി നമ്മൾ ഇതിനെ കാണണം. അതുകൊണ്ട് തന്നെ അതിശക്തമായി മലയാളി സമൂഹം ഇതിനെ എതിർക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതിയുടെ നിർദ്ദേശം ഇപ്പോൾ കോടതിയിൽ ഇടപെട്ടത് വളരെ ശ്ലാഘനീയമായതുകൊണ്ട് തന്നെ ഇപ്പം ബഷീർ സാഹിബ് ലിബർട്ടി ബഷീർ സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോലും ഉണ്ടാകാത്ത രീതിയിൽ ഈ സിനിമയെ എന്തുകൊണ്ടാണ് പിടിക്കുന്നതിന് കൃത്യമായ മറുപടി മലയാള സിനിമയെ നശിപ്പിക്കുക എന്നത് തന്നെയാണ്.